ഉമ്മൻചാണ്ടി സരിതപ്പേടിയിൽ അങ്കലാപ്പിലിരിക്കുമ്പോഴാണ് VM സുധീറിന്റെ ജാഥ അങ്ങ് ഇടുക്കി വഴി കറങ്ങിത്തിരിയുന്നത്. സരിത കുരുക്കിൽപ്പെടാതെ എങ്ങനെ തലസ്ഥാനത്തെത്താമെന്ന അന്വേഷണത്തിലാണത്രേ സുധീരൻ. ഇടുക്കിയിലെത്തിയപ്പോൾ സുധീറിന് മുന്നിൽ ഇതുവരെ ഇല്ലാത്ത വെല്ലുവിളിയാണ് പ്രത്യക്ഷപ്പെട്ടത്. MP സ്ഥാനവും പാർട്ടി സ്ഥാനവും ഒന്നും കൊടുക്കാതെ ഗാഡ്ഗിലിന്റെ പേരിൽ മൂലക്കിരുത്തിയ PT തോമസിന്റെ ആരാധകരുടെ അനിയന്ത്രിതമായ മുദ്രാവാക്യം വിളികൾക്കിടയിൽ സുധീരൻ പുളഞ്ഞുപോയി. സുധീരൻ ഇരിക്കുമ്പോൾ PT തോമസിന് മുദ്രാവാക്യമോ? ഇതെവിടുത്തെ കഥ? ഒടുവിൽ ദേഷ്യപ്പെട്ട് 2 വാക്ക് സംസാരിക്കേണ്ടി വന്നു. പണ്ട് പിണറായി കോട്ടയത്ത് പറഞ്ഞതുപോലെ ഒരു വർത്തമാനം. ദയവായി മുദ്രാവാക്യം കൂടി നിർത്തുക. ദയവായി മുദ്രാവാക്യം കൂടി നിർത്തുക. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഏതിനും ഒരു പരിധിയുണ്ട്. പരിധി വിട്ടുപോയാൽ പിണറായി മോഡൽ പേടിപ്പിക്കലാണ്. ദേഷ്യപ്പെടലിൽ മാത്രം പിണറായി ആയാൽ പോരല്ലോ. സമീപകാലത്തായി പിണറായി തമാശയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സുധീരൻ അക്കാര്യത്തിലും പിന്നോട്ടു പോയില്ല. പഴയ സീതി ഹാജി തമാശ തന്നെ പറഞ്ഞ് ഇടുക്കിക്കാരെ കയ്യിലെടുത്തു. പിണറായി വിഴിഞ്ഞം പദ്ധതിയുടെ മേൽ ആരോപിച്ച 6000 കോടി രൂപയുടെ അഴിമതി എന്ന ചീറ്റിപ്പോയ ആരോപണത്തിന് സമാനമായ കഥ. സഖാവ് പിണറായി 6000 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഉന്നയിച്ചത്. എനിക്കത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ഞങ്ങൾക്ക് നിയമസഭയുടെ സമയത്ത് അന്ന് പ്രതിപക്ഷത്തെ ബഹുമാനപ്പെട്ട ഒരു MLA ഒരു ധനാഭ്യർത്ഥന ചർച്ചയിൽ അന്നത്തെ ഒരു മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇദ്ദേഹം നല്ല സമയമെടുത്ത് സംസാരിച്ചു. അപ്പോൾ സീതി ഹാജി നിയമസഭയിൽ നിങ്ങൾ സീതി ഹാജിയുടെ അസാമാന്യമായ കൂർമ്മ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു സെൻസ് ഉണ്ടല്ലോ, കാര്യങ്ങൾ യഥാസമയത്ത് പ്രകടിപ്പിക്കാനുള്ളൊരു സെൻസ് നിങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. സീതി ഹാജി സ്പീക്കറോട്, ബഹുമാനപ്പെട്ട സ്പീക്കറോട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിപ്പോൾ നോക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞ കണക്ക്. ആ കണക്ക് കൃത്യമായി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ ഏതൊരു പ്രോജക്റ്റിൻ്റെ പേരിലാണോ അഴിമതി ആരോപിച്ചിട്ടുള്ളത്, ആ പ്രോജക്റ്റിൻ്റെ എസ്റ്റിമേറ്റ് തുകയേക്കാൾ 2 ഇരട്ടി കൂടുതലാണ് അഴിമതി പണമായി അന്നത്തെ MLA ചൂണ്ടിക്കാണിച്ചത്. സഭ ആകെ പൊട്ടിച്ചിരിച്ചു. സംഭവം എന്തായാലും സുധീരൻ നടത്തുന്നത് ഉമ്മൻചാണ്ടി രക്ഷായാത്രയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. സുധീരൻ കാസർഗോട്ട് നിന്ന് യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞതാണ് എന്തോ സംഭവിക്കാനുണ്ട് എന്ന്. യാത്ര കൊച്ചിയിലെത്തിയപ്പോൾ ബാബു രാജിവെച്ചു. ഇനി തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും സരിതാ നായർ കമ്പനിക്ക് വേണ്ടി പ്രയത്നിച്ച മുഖ്യമന്ത്രിയും പെരുവഴിക്കാകുമോ എന്തോ. എന്തായാലും യാത്ര തുടരട്ടെ. ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.